ശ്രീജിത്ത് പണിക്കർ ശോഭയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞാൻ അന്ന് 2016 പിടിച്ച 40,000 വോട്ടുകൾ BJPയുടെ അടിസ്ഥാന വോട്ടുകൾ പിന്നെ ശോഭയുടെ പ്ലസ് വോട്ടുകൾ എന്നുള്ളതാണ്. അതാണ് ശോഭ അതിനെ വിശദീകരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ മത്സരിക്കുകയായിരുന്നു, അപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കൂടുതലും സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നിയമസഭയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അത് സ്നേഹത്തിൻ്റെ വോട്ടാണ്. അങ്ങനെ ശോഭയുടെ പ്ലസ് വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഈ പറയുന്ന നമ്മളൊക്കെ കണക്ക് കൂട്ടുന്ന ഒരു 58,000-ലേക്ക് വരാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. താങ്കൾ എത്രത്തോളം അത് കാണുന്നുണ്ട്? ശ്രീമഞ്ജുഷ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP കേഡറുകളുടെ ഇടയിൽ പൊതുവെ ശോഭാ സുരേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ആക്ഷേപം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷമം, ശോഭാ സുരേന്ദ്രനെ കൃത്യമായിട്ട് മത്സരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മണ്ഡലം അവർ കൊടുക്കുന്നില്ല, അവിടെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല, അതുവഴി അവർക്ക് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പാർട്ടി തന്നെ അവർക്ക് തടസ്സം നിൽക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു ട്രാവലിംഗ് കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രനെ പറ്റി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രം ചെയ്തതിനു ശേഷം തൃപ്തിയായി തിരിച്ചു പോരുക എന്നുള്ള ഒരു രീതിയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, BJPക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയുള്ള ഒരു മണ്ഡലം, തന്നെയുമല്ല ശോഭാ സുരേന്ദ്രനോട് നീതിപൂർവകമായിട്ട് ഒരുപക്ഷെ പാർട്ടി തീരുമാനം എടുത്തു എന്ന് ചിന്തിക്കാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനമാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥിത്വം നൽകിയതിലൂടെ BJP അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാവുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പ്രോസ്പെക്റ്റ് ഉള്ള ഒരു മണ്ഡലം തന്നെ അവർക്ക് ഇത്തവണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ ചെയ്യാതിരുന്ന ഇത്തവണ ചെയ്തിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മറ്റാര് നിന്ന് കഴിഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ വോട്ട് എന്ന രീതിയിലത്തേക്ക് സമാഹരിക്കാനുള്ള ഒരു കാന്തം പോലെ പലപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളുള്ള സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ സാധാരണഗതിയിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ് അവർ, ഒരു സ്ത്രീയാണ്, പല വിഷയങ്ങളെയും വളരെ തന്മയത്വത്തോടു കൂടി എടുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ തന്നെയുള്ള കഴിവ് അവർക്കുണ്ട്. പിന്നെ തന്നെയല്ല, ഈ നേരത്തെ പറഞ്ഞതുപോലെ BJPയിൽ പലപ്പോഴും പലതരത്തിലുള്ള തഴയലുകളും നേരിട്ടിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സഹതാപവും പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ കിട്ടുന്നു. പിന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇത്തവണ BJPക്ക് ജയിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് BJPക്ക് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എന്ന് പറയാൻ പോലും കഴിയുകയുള്ളൂ. കാരണം മറ്റെല്ലാ സാഹചര്യങ്ങളും അവിടെ കോൺഗ്രസിന് സാധാരണ നിലയിൽ എതിരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ ഇപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് തുടരുമ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസിന്റെ കണക്കിലുള്ള ഒരു MLA എന്ന നിലയ്ക്കല്ല നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് ആണെന്ന രീതിയിലത്തേക്ക് സാങ്കേതികമായിട്ട് പറയാം എന്നതിനപ്പുറത്തേക്ക് ആ MLA കോൺഗ്രസിനുമായി ഒരു രീതിയിലും, അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിനെ ഒരു രീതിയിലും സഹകരിപ്പിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അവിടെ പ്ലസ് ഉള്ളത്, ഈ രമേശ് പിഷാരടിക്കുള്ള പ്ലസ് എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങൾ ഉണ്ടല്ലോ. ഒന്ന്, കോൺഗ്രസിന്റെ UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ് അത്. 18,000-ഓളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലമാണ്. പിന്നെ അടിസ്ഥാന വോട്ടുകൾ കോൺഗ്രസിന് സുരക്ഷിതമാണ്. പിന്നെയുള്ള ഒരു മൈനസ് എന്ന് പറയുന്നത് രമേശ് പിഷാരടി ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല, അങ്ങനെയൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ അതിൽ നിന്നും മറികടക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് പാലക്കാട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഘടകങ്ങളെക്കാൾ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ അല്ലേ UDF സ്ഥാനാർത്ഥിയുടെ, രമേശ് പിഷാരടിയുടെ? തീർച്ചയായിട്ടും ശ്രീ രമേശ് പിഷാരടി വ്യക്തിപരമായി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ല രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ബോധമുണ്ട് എന്നും നമ്മുടെ നാട്ടിലുള്ള പല എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ പക്വതയോടുകൂടി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായമെടുക്കാൻ കഴിയുന്നയാളാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ശ്രീ പിഷാരടി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കാൻഡിഡേറ്റിന് ഉണ്ടാകാവുന്ന ഒരു ഭാണ്ഡമുണ്ട്, ഒരു വിഴുപ്പിൻ്റെ ഒരു ഭാണ്ഡം. ആ ഭാണ്ഡം ഒരുപക്ഷെ രമേശ് പിഷാരടിക്ക് ഇല്ല എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം മറ്റുള്ള ആൾക്കാരെ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ മോഡിലുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ആ ലോഞ്ചിങ് സമയത്തുണ്ടായിരുന്ന പിഷാരടി അല്ല ഇപ്പോഴത്തെ പിഷാരടി. അദ്ദേഹത്തിന്റെ രീതികളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ പല രീതികളിലേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്, അതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനോട് ആരായുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥിത്വത്തിനേക്കാൾ ഒരുപക്ഷെ ആ മണ്ഡലത്തിലെ ഫലം നിർണ്ണയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിത്വം LDFന്റേതാണ്. LDF അവിടെ സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് വന്നിരുന്ന ഒരു ടേൺ കോട്ടായിട്ടുള്ള ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ
മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നു, വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്, ഒരു 3-way ഫൈറ്റ് നടത്താവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തെളിയിച്ചതിന് ശേഷവും CPM വളരെ വിചിത്രമായിട്ടുള്ള ചില കാരണങ്ങളാൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. അപ്പോൾ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്ദേശം എന്താണ്? രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം. ഒന്ന്, ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ, ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാഖിന് കിട്ടുകയാണ് എങ്കിൽ അത് ആരെയാണ് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രനെ അല്ല, മറിച്ച് രമേഷ് പിഷാരടിയാണ്. അങ്ങനെയാണ് എങ്കിൽ ജയസാധ്യത കൂടുതലുള്ളത് ശോഭാ സുരേന്ദ്രനാണ്, BJPക്കാണ്. ഇനി അതല്ല എങ്കിൽ മറ്റെന്തൊരു സാഹചര്യമുണ്ട്? എന്ത് സാഹചര്യത്തിലാണ്? മൈനോറിറ്റി കൺസോളിഡേഷൻ അല്ല എങ്കിൽ രാഷ്ട്രീയ വോട്ട് ശക്തി തെളിയിക്കാനാണ് നിർത്തിയിരിക്കുന്നത് എന്ന രീതിയിലത്തേക്ക് അവർക്ക് പറയാൻ പോലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഡീൽ എന്നുള്ള ഒരു ആരോപണമൊക്കെ തന്നെ ഉണ്ടാകുന്നതിന്റെ കാരണം പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താവുന്ന പൊളിറ്റിക്കലായിട്ടുള്ള വളരെ ടോൾ നേതാക്കന്മാരുള്ള ഒരു സ്ഥലത്ത് നിന്ന് താരതമ്യേന രാഷ്ട്രീയം കൊണ്ട് അറിയപ്പെടുന്നതല്ലാത്ത ഒരാളിനെ അവരവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ അവിടെ LDFന് അനുകൂലമായിട്ട് നടക്കുകയും അതുവഴി BJP ജയിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സത്യത്തിൽ ഒരു ഡീൽ ഇല്ലാതെ പോലെയും അത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റിസൾട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് അത് അവർക്ക് റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണോ നൽകേണ്ടത്, അതോ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നതാണോ CPMന് നല്ലത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായും പറയാം, അസംബ്ലിയിൽ ഒരു BJPയുടെ MLA ഇരിക്കുന്നതുകൊണ്ട് CPMന് ഭരണ തുടർച്ച കിട്ടുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതേ കാര്യം തന്നെയാണ് മഞ്ചേശ്വരത്തുള്ളത്. അവിടെയും BJP സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ മൂന്നാമത് വരുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല, ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ UDFന് അത് കോൺഗ്രസ് വഴി, പക്ഷേ അല്ലല്ലോ, വരും നാളുകളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വരും നാളുകളിൽ മറ്റൊരു വിമർശനം നേരിടേണ്ടി വരും, അതിന്റെ ഭാണ്ഡം ചുമക്കേണ്ടിയും വരും. ഇപ്പോൾ നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും UDFും ഇപ്പോൾ ചുമക്കുന്ന അതേ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതിന് CPM നേതൃത്വം നിന്നുകൊടുക്കുമോ? അവിടെ പാലക്കാട് അക്കൗണ്ട് തുറക്കുവാൻ സഹായിച്ചത് CPM ആണ്, LDF ആണ് എന്നുള്ള ആ ഒരു വിമർശനം. മഞ്ജുഷ, ഞാൻ കരുതുന്നത് ഭരണം കിട്ടുക, ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ CPMന്റെ സിംഗുലർ അജണ്ട. മറ്റൊരു അജണ്ടയും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ ഒക്കെ മാറ്റിവെച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള കുറേയധികം ആൾക്കാരെ ഇത്തവണയും മത്സരിപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി അനുസരിച്ച് മത്സരിക്കില്ല എന്നൊരു പക്ഷേ കരുതപ്പെട്ടിരുന്ന പല ആൾക്കാരും ഇത്തവണ മത്സരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ശക്തരായിട്ടുള്ള ആൾക്കാരെ, ഇപ്പോൾ നേമത്ത് ശ്രീ വി ശിവൻകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും നിന്നാൽ CPMന്റെ നില പരുങ്ങലിലാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ തെരഞ്ഞുപിടിച്ച് അവരെ വീണ്ടും മത്സരിപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരത്തും പാലക്കാടും വരാത്തത് എന്നുള്ളതൊരു ചോദ്യമാണ്. അവിടെയും അവർക്ക് ആളെ കണ്ടുപിടിക്കാം. സരിൻ അവിടെ തെളിയിച്ച ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു അവസരം കൂടി കൊടുക്കാം. മറ്റ് 2 സ്ഥാനാർത്ഥികളും മാറുകയാണ്, സരിൻ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഒരുപക്ഷെ കുറേയധികം ആൾക്കാർക്ക് കൂടുതലായിട്ടും ഉണ്ടാകും. ആ സാധ്യത പോലും അവരിവിടെ ഉപയോഗിക്കാത്തതിന്റെ കാരണം തങ്ങൾക്ക് മാക്സിമം സീറ്റ് കിട്ടുക എന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് ഒരുപക്ഷെ ശക്തിയില്ലാത്ത സീറ്റുകളിൽ ജയസാധ്യത കൂടുതലുള്ളത് BJPക്കാണ് എങ്കിൽ BJP ജയിച്ചോട്ടെ എന്നൊരു പക്ഷെ അവർ കരുതുന്നുണ്ടാകും. അതിന് ഡീലൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഡീലല്ല, പക്ഷേ അത് അങ്ങനെ ആഗ്രഹത്തിന് പുറത്ത് വരുന്ന ചില നീക്കുപോക്കുകൾ എന്ന് പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുമെന്നാണല്ലോ. ശ്രീ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.